ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വിഷ്ണു ശാലിനി ഒന്നിക്കുന്ന ദിവസം ഇതെപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യമല്ല. വിഷ്ണു ശാലിനി യഥാർത്ഥത്തിൽ തന്നെ ഒന്നിക്കുവാണ്. വിഷ്ണു വന്ന് ശാലിനി കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഒളിച്ചും പാത്തൊന്നുമല്ല, പട്ടാപ്പകൽ തന്നെ എല്ലാവരും കാണത്തക്ക രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് നിങ്ങൾ കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ ശാലിനിയാണെങ്കിൽ നമ്മുടെ സത്യമോൾ ഇട്ടങ്ങ് ഭയങ്കര ശകാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചല്ലോ, ഒരു വാക്ക് ഇവർക്ക് നമ്മളോട് പറഞ്ഞുകൂടായിരുന്നു. ശരി പോട്ടെ, എന്നോട് പറഞ്ഞില്ല, അമ്മയോടെങ്കിലും അവർക്ക് പറഞ്ഞുകൂടെ പപ്പി ഇവിടെ ഉണ്ടെന്ന്. എന്നിട്ട് അതൊന്നും പറയാതെ ഒളിച്ചു തന്നെ ഇഷ്ടത്തിന് ഓരോ കാര്യം കാണിച്ചിരിക്കുക. എന്തിനാ ആരെ പറയാൻ, എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ മോളോ അല്ലേ ഇതിനെല്ലാത്തിനും കാരണം. അമ്മയുടെ ശത്രുക്കൾക്ക് പറഞ്ഞു ചിരിക്കാനും ഓരോന്ന് പറയാനും എൻ്റെ മോളായി തന്നെ ഓരോ വക ഉണ്ടാക്കി കൊടുത്തിരിക്കുമല്ലേ. എന്ത് ചെയ്യാനാ, സഹിക്കാൻ അത്രയൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് ശാലി അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോയിരിക്കുക. അപ്പം നമ്മുടെ സത്യമോൾ വന്ന് എന്താണ് ഏത്തൊക്കെ ഇട്ട് അമ്മേ സോറി, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് കൺവിൻസ് ആവുന്നില്ല കേട്ടോ. ശാലിനിക്ക് അത്രയ്ക്ക് ദേഷ്യം. അമ്മയും ഗോപാലനും കൂടെ ചെന്ന് അവിടെ സത്യമോൾ സപ്പോർട്ട് ചെയ്യും. ശാലിനിയുടെ ദേഷ്യം കുറയ്ക്കും. മോളെ നീ വിട്ടുകളാ, അവൾ കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമല്ലേ, നമ്മൾ വലിയൊരു വേണ്ടി ക്ഷമിക്കാൻ. ഇവളാണോ അമ്മേ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഇവൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ശാലിനി വീണ്ടും കിടന്ന് നീ ക്ഷമിക്കും മോളെ, വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ക്ഷമിക്കല്ലാതെ എന്ത് ചെയ്യാനാ, കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ, ഇനി ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, സത്യാമ്മ ഈ നാട് നീളെ കുട്ടികൾ അന്വേഷിച്ചിറങ്ങിയതിൻ്റെ ടെൻഷനും ദേഷ്യമൊക്കെയാണ് ഇവിടെ വന്ന് കാണിച്ചത്. അവർ അപ്പോഴത്തേക്കും ഗോപാലേട്ടൻ പറയണം, അവർ കുറച്ചൊക്കെ ഓടട്ടെ, ഇങ്ങനെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ അവർ ഓടുന്നത് നല്ലതാണ്, അപ്പോഴേ അവരുടെ മനസ്സിൻ്റെ കുശുമ്പും കുന്നായ്മൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞു കിട്ടും എന്നൊക്കെ നമ്മൾ ഗോപാലേട്ടൻ പറയുമ്പോൾ നമ്മുടെ സത്യമ്മക്ക് മനസ്സിലാകുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മയുടെ ദേഷ്യം കുറയുന്നില്ല. അപ്പോൾ അമ്മയോട് ഒന്ന് പറയണം, അമ്മേ സോറി, ഇല്ല അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഞാനൊന്നും ചെയ്തല്ല, ഞാൻ പപ്പിമോള് പറഞ്ഞ കാര്യത്തിന് സപ്പോർട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ബിഗ് ഫ്രണ്ടിൻ്റെ കാത്തിയാൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ കാണാതായ കുഞ്ഞിനെ അന്വേഷിച്ചല്ലേ എല്ലാവരും ഇറങ്ങത്തുള്ളൂ. അപ്പം കല്യാണം മുടങ്ങുമെന്ന് വെച്ചിട്ട് അതിന് സപ്പോർട്ട് ചെയ്താന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശാല പറഞ്ഞു, നോക്കടി നീ ഇത്രയും നേരം മോള് ചെയ്ത് തെറ്റാന്നൊക്കെ പറഞ്ഞല്ലോ, അവൾ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയിട്ടാടി, നിനക്ക് വേണ്ടി മാത്രം അവൾ ചെയ്തത്. അവളെ നീ കുട്ടികളുടെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നുമില്ല, അവരുടെ മനസ്സിൽ എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കത്തുള്ളൂ, അതേ നടക്കൂ എന്ന് ദൈവത്തിൻ്റെ തീരുമാനമോ. അവർ ചെയ്തത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ദൈവത്തിൻ്റെ തന്നെ സ്വന്തം കൈയുടെ പ്രവർത്തനം തന്നെയാണ് അവർ ചെയ്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മയും അച്ഛനും മക്കളും എല്ലാം ഒരുമിക്കണമെന്ന് ദൈവത്തിൻ്റെ വിധി ഉണ്ടെങ്കിൽ നിനക്ക് തടയാൻ പറ്റുമോ, പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടി അവരെ കൊണ്ട് ദൈവം പ്രവർത്തിച്ചതാണേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുവാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പം ഒരു ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സത്യഭാമ എന്നൊക്കെ സംസാരിച്ച വാക്കുകൾ ഇതെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറിയൊരു ഡൗട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഈ സംസാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മുടെ ശാലിനി പറയുന്നത് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദേഷ്യപ്പെട്ട് പറയാം. അവളുടെ എന്തൊക്കെയാണ് അഭിനയം, അവളുടെ ഒരു ഹോംവർക്ക് എഴുതക്കം, പിന്നെ റൂമിൻ്റെ അകത്ത് കയറി നിന്ന് പഠിച്ച കോൺസെൻട്രേഷൻ കിട്ടും, പിന്നെ 2 പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവളുടെ ഒരു പോഷക ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂടിക്കൊണ്ടിരുന്നത്. ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ ഇങ്ങനെ നാണം കിടത്തില്ലായിരുന്നോ. എന്നിട്ടും പറഞ്ഞിട്ട് ശാലിനി ദേഷ്യം ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കാണിക്കുന്നത്. അല്ല ഇത്രയും വഴക്കൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയത് നമ്മുടെ സത്യമോളാണെങ്കിൽ ഒരു കാര്യം ബുദ്ധിപൂർവ്വം ചോദിക്കുന്നുണ്ട്. ഷാദാൻ പറഞ്ഞില്ലേ ഈ കല്യാണം ഞങ്ങൾ മുടക്കുന്നേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അതെങ്ങനെ ഞങ്ങൾ കല്യാണം മുടക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാകുന്നത്. ശാരദാമ്മയുടെ മുന്നിലേക്ക് ഈ ചോദ്യം വരുമ്പോൾ ശാരദാമ്മ അങ്ങ് ഞെട്ടിത്തരിച്ചിരിക്കുക, എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാം. അപ്പം ഗോപാലൻ പറയുവാണ്, പറഞ്ഞു കൊടുക്കുക ശാരദ, എങ്ങനെയാണ് അവളെ അമ്മയ്ക്ക് ഇത് ഉപകാരമാകുന്നുള്ള കാര്യം നീ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശാരദാമ്മ പറയാൻ ഉത്തരമല്ല. ലാസ്റ്റ് ശാരദാമ്മ കൈ പിടിച്ചിട്ട് പറയും, അത് ശാരദാമ്മ വെറുതെ പറഞ്ഞ ബാ നമുക്ക് പോയി അകത്ത് കയറി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് ആ കാര്യം മാറ്റിയിടങ്ങ് പോകും. ഗോപാലേട്ടൻ എന്താണ് ഈ പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ നേരെ കാണെങ്കിൽ സത്യഭാമയുടെ വീടാണ് കേട്ടോ. അപ്പോൾ സത്യഭാമയുടെ വീട്ടുമുറ്റം നമ്മുടെ ശ്യാമ എന്താണ് ഇടത്തും വടത്തോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടത്തുകയും നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ രാഘവേട്ടനും പിള്ളച്ചേട്ടനും പൊന്നിച്ചിച്ചിയും എല്ലാവരും കാർത്തിക് ഉൾപ്പെടെ തന്നെ അവിടെ എന്താണ് കാത്തു നിൽക്കുവാണ്. കാരണം കുടുംബശ്രീന്ന് അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സത്യഭാമയുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയാനും പപ്പിമോളെ കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും അവിടെ തന്നെ കാത്തിക്കും. അപ്പം പപ്പിമോൾ എന്താണ് നേരെ കാറി വന്നിട്ട് ഇറങ്ങി, ആദ്യം സത്യഭാമ പുറത്തിറങ്ങി, വിഷ്ണു കാറിൽ നിന്ന് പുറത്തിറങ്ങി. പപ്പിമോളെ വിളിച്ചിട്ട് പപ്പിമോളാണെങ്കിൽ ഇറങ്ങാൻ ഒരു മനസ്സുമില്ല. പപ്പിമോളുടെ കൈ പിടിച്ച് വലിക്കണം. അപ്പോഴത്തേക്കും പപ്പിമോൾ പറയും, ഞാൻ വരത്തില്ല, ഇറങ്ങത്തില്ല, എന്നെ തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവിടും, എനിക്ക് വരണ്ട ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പപ്പി വരുന്നുണ്ടോ എന്ന് എന്നിട്ട് പിടിച്ച് വലിച്ചങ്ങ് ഇടുമ്പോഴത്തേക്കും കുഞ്ഞെന്താണ് താഴെ ജസ്റ്റ് ഒന്ന് വീടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്യാമ ഓടി അങ്ങ് വരുവാണ്. അയ്യോ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടി എന്താണ് ചെറിയ രീതിയിൽ കരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യം പറയുക, ദീ അടവൊക്കെ അങ്ങോട്ടേക്ക് മതി, അല്ല ഇങ്ങോട്ടേക്ക് ഇറക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, ഓരോന്നും ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. എന്തുമൊക്കെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഭയങ്കര ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ പപ്പിമോൾ എന്താണ് നമ്മുടെ ശ്യാമ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ അഭിനയിക്കാതിരിക്കും,
ഈ അമ്മയുടെ അല്ലേ മോള്, ആ അമ്മ കാണിക്കുന്ന സ്വഭാവം കയ്യിലില്ലാതിരിക്കുമോ എന്നൊക്കെ ശ്യാമേനെയും കൂടെ നോക്കി പപ്പി മോള് കുത്തുവാക്ക് അറിയാം. നമ്മുടെ രോഹിത്തിനത് ഇഷ്ടപ്പെടില്ല. രോഹിത്ത് ഉടൻ തന്നെ വന്നില്ല, സത്യാമ്മ അവളൊരു കുഞ്ഞു കുട്ടിയല്ലേ, അവളുടെ കൊച്ചു ബുദ്ധിക്ക് തോന്നിയ ഒരു കാര്യം അവൾ കാണിച്ചു എന്നല്ലേ ഉള്ളൂ. അവളുടെ കൊച്ചു ബുദ്ധി ഇതാണോടാ കൊച്ചു ബുദ്ധി, ഇവക്ക് ആന ബുദ്ധി ആന ബുദ്ധി. ഇവൾ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടാൽ മാത്രം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ രാഘവേട്ടൻ പറയുന്നത് അതൊന്നും ഇനി വിശദീകരിക്കണമെന്നില്ല, കുടുംബശ്രീന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ ക്ഷാമ വഴി ഞങ്ങൾ ഇവിടെ എല്ലാവരും അറിഞ്ഞ്, നീ എന്നെ കാത്ത് തന്നെ ഇവിടെ ഇരിക്കണം, നീ തിരിച്ച് കൊച്ചിനെയും കൊണ്ടുവരുമ്പോൾ നീ കൊച്ചിനെ ഉപദ്രവിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇവിടെ എല്ലാവരും മുറ്റത്ത് അതിന് വേണ്ടി തന്നെയാണ് കൂടുന്നത്. അതുകൊണ്ട് ഭാമ ഇനി അതൊന്നും വിശദീകരിക്കേണ്ടെന്ന് പറയുമ്പം സത്യഭാമ വിളിച്ചു പോകുക. പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് കരയുന്നതാണ് നമ്മുടെ വിഷ്ണു എടുക്കുക. പപ്പിമോള് കരയുണ്ട് കേട്ടോ, സങ്കടപ്പെടണ്ട. വിഷ്ണു ഒച്ച കൊണ്ടുവന്നിട്ട് അകത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ രാഘവേട്ടൻ അന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ അത്ര സങ്കടമൊക്കെ നോക്കി രാഘവേട്ടൻ നോക്കി നിൽക്കുമ്പോഴത്തേക്കും തിരിച്ച് സത്യഭാമ എന്താണ് കാത്തേക്ക് മോളെ ഭാഗം വന്നിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങ് നൈസായിട്ട് സ്കൂട്ടായി കയറാൻ നിൽക്കുമ്പോൾ രാഘവേട്ടൻ പറയാം, അവിടെ നിൽക്കുക ഭാമേ, നീ കാണിച്ചു കൊടുക്കുന്ന എന്തൊക്കെയാണ്, ഒരു കുഞ്ഞു കൊച്ചിന് വരെ നീ ഈ നടത്താൻ പോകുന്ന കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല, അതിന് വരെ അതിനോട് വെറുപ്പാണ്, എന്നിട്ട് നിനക്ക് ഇനി നിന്റെ തീരുമാനം മാറ്റാറായില്ലേ ഭാമേ. അപ്പം സത്യം പറയാം, രാഘവേട്ട തെറ്റ് ചെയ്യുന്നത് ഞാനല്ല, അതാ ഈ നിൽക്കുന്ന കാത്തയുണ്ടല്ലോ, അവളെ എങ്ങനെയാണ് നിങ്ങളുടെ മോൻ ഇവിടെ കൊണ്ടുവന്നറിയോ, ഞാൻ വെച്ച കല്യാണ വേദിയിൽ നിന്ന് ഇവൻ ഇറങ്ങിപ്പോയിട്ട് ഇവൻ കൊണ്ടുവന്ന് ഈ കാർത്തികയെ വീട്ടിൽ കൊണ്ടുവന്ന വിധം നിങ്ങൾക്ക് മറന്നിട്ടൊന്നും ഇല്ലല്ലോ. കയ്യിൽ പൂമാലയും കഴുതി താലിയൊക്കെ ആയിട്ടാ. ഈ താലിക്ക് ഒരു പവിത്രതയുണ്ട്, അതിനൊരു നേരുണ്ട്. രാഘവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി പോലത്തെ ഒരു നേര്, ആ നേരിനെ ഊട്ടി ഉറപ്പിക്കാൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അല്ല ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല. രാഘവേട്ടൻ്റെ മുഖത്ത് നോക്കി ഈ സത്യഭാമ സംസാരിക്കുകയാണ്. രാഘവേട്ട, ഞാൻ കാണിക്കുന്നപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല, വിഷ്ണു കാർത്തിക തമ്മിലുള്ള വിവാഹം പകുതി രഹസ്യമേ ഉള്ളൂ, ആ രഹസ്യം എനിക്ക് 4 ആൾ അറിയത്തക്ക രീതിയിൽ പരസ്യമാക്കണം. അതെ, ഇപ്പം എൻ്റെ ആവശ്യമാണ്, അത് ഞാൻ ചെയ്തിരിക്കും. ഇത് സത്യഭാമ തീരുമാനിച്ച തീരുമാനം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ നേരെ അകത്തേക്ക് ബാ മോളെ എന്ന് പറഞ്ഞിട്ട് കയറിപ്പോകാൻ പോവാം. അപ്പോഴത്തേക്കും ബാമയെ ഒന്ന് നിന്നേ, കയറിപ്പോകാൻ വരട്ടെ. അപ്പോഴേ നീ ഒരു താലിയുടെ നേരിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ നേര് പോലെ, അങ്ങനെ അത് ഷാനിയുടെ കഴുത്തിൽ കിടക്കുന്ന വിഷ്ണു കെട്ടിയ താലിയുടെ നേരിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് നീ അങ്ങ് മനഃപൂർവ്വം മറന്നോ? അതെ, ഞാൻ മനഃപൂർവ്വം അങ്ങ് മറന്നു കളഞ്ഞതാ രാഘവേട്ട. നിങ്ങൾ ഇത്രയും സംസാരിക്കുന്നേ, നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. വിഷ്ണുവിൻ്റെ ഷാനിയുടെ ജീവിതത്തിൽ, വിഷ്ണു ഇല്ലാതെ ഷാലിനിയുടെ ജീവിതത്തിൽ 6 ഇരുണ്ട വർഷം ഉണ്ടായിരുന്നു. അന്നത്തെ സമയങ്ങളിൽ ഷാലിനി വിഷ്ണു കെട്ടിയ താലിയെ വലിച്ച് പൊട്ടിച്ചെറിഞ്ഞിട്ട് ജീവിച്ചെന്ന് തന്നെയാണ്. ആ ജീവിച്ച ജീവിതത്തിന് കിട്ടിയ ഒരു സമ്മാനം തന്നെയാണ് അവളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു പെങ്കൊച്ചുണ്ടല്ലോ സത്യ. അതുകൊണ്ട് അവളെ ഇനി എനിക്ക് ഒരിക്കലും മരുമകളാക്കി ഏറ്റെടുക്കാൻ പറ്റില്ല. എനിക്ക് വെറും പരിചയക്കാരി മാത്രമാണ് അവൾ. നിങ്ങൾക്ക് വേണ്ടി അവൾ മരുമകളായിരിക്കും, എനിക്കിനി ഒരു മരുമകളേ ഉള്ളൂ, അത് ഈ കാർത്തിക മാത്രമാണ്. പിന്നെ സത്യഭാമ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. അതിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിൽ ഞാൻ പോകും. ഒരു പൂച്ച കുഞ്ഞിന് ഇനി അത് തടയാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നേരെ എന്താണ് കാർത്തിക വിളിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ വിഷ്ണു എന്താണ് നമ്മുടെ പപ്പിമോളെ ആശ്വസിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. പപ്പിമോളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പം കരഞ്ഞിരിക്കുന്ന കുഞ്ഞിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നേരെ വിഷ്ണു അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവും അതിനൊപ്പം തന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൊണ്ടുവരും. അപ്പം ചോക്ലേറ്റ് കൈ കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഇപ്പം എന്താ ഒരു ചിരി എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം കൊടുത്തിട്ട് എന്നാൽ പപ്പിമോൾ ഇച്ചിരി വെള്ളം കുടിച്ച്, എനിക്ക് വെള്ളം വേണ്ട. അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഇത്രയും നേരം കരഞ്ഞ് തൊണ്ട പറ്റിയതല്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ പറയാം മതി, അതൊന്നും പോരാ, കുറച്ചും കൂടെ കുടിക്കടി എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, മോളോട് ആരാ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല വിഷ്ണു അച്ഛൻ, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയതാ. എനിക്ക് വിഷ്ണു അച്ഛൻ ഈ കാർത്തികാൻ്റെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് മുടക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിപ്പോയതാ. അതൊക്കെ ശരി തന്നെ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കാർത്തിക ആൻറ്റിയെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ആ കാർത്തിക ആൻറ്റി ചീത്തയാണ്, ആ കാർത്തിക ആൻറ്റി ഒട്ടും കൊള്ളത്തില്ല. വിഷ്ണു അച്ഛന് നല്ലപോലെ ചേരുന്ന ചേച്ചിയമ്മ, വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാൽ മതി. അതിന് സത്യാമ്മ സമ്മതിക്കണേ. സത്യാമ്മയ്ക്ക് അത് ചേച്ചിയമ്മയെ കൊണ്ടുവരുന്നതിന് ഒരു താല്പര്യം. സത്യാമ്മയ്ക്ക് ഞാൻ ഈ കാർത്തിക വിവാഹം കഴിക്കാനാണ് ഇഷ്ടം, അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമോ. ആ കല്യാണം മുടക്കണം, അതിനു വേണ്ടി തന്നെ എവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വിഷ്ണു അച്ഛൻ ആ കല്യാണം എങ്ങനെ മുടക്കാമെന്ന് വിഷ്ണു അച്ഛൻ പറ. അത് ഞാൻ ആലോചിക്കട്ടെ. ഈ കാർത്തികനെ യഥാർത്ഥത്തിൽ ഞാനൊരു സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് നമ്മുടെ പപ്പിമോളൊരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക. അപ്പം പപ്പിമോളോട് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കാർത്തികയായിട്ട് അന്ന് ആ മലമുകളിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ. എന്നിട്ട് പെട്ടെന്ന് വിഷ്ണുവിന് സംസാരിക്കാൻ പെട്ടെന്ന് ഓർമ്മ വരുവാണ് കാർത്തികയുടെ അച്ഛനമ്മ. അയ്യോ, അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അതായത് അവൾ പറഞ്ഞില്ലേ, അതായത് എൻ്റെ അച്ഛനെ എൻ്റെ എല്ലാ കൂട്ടുകാരികളുടെയും വീടറിയാം, എന്നെ അവിടെ കാണാൻ പോയി നിന്നാൽ എന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കി എടുത്തുകൊണ്ട് വരുന്ന ലാഘവത്തിൽ എന്നെ എവിടെ നിന്നാലും പൊക്കും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ താമസിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ അച്ഛനമ്മയും ജീവിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെ ജീവിച്ചിരിക്കുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ കല്യാണം മുടക്കണമെങ്കിൽ ഉള്ള അച്ഛനെ അമ്മയെ വീതിയിലേക്ക് കൊണ്ടുവരണം. അതിന് ആകപ്പാട് എനിക്ക് ഒരാളുടെ സഹായം കിട്ടിയേ പറ്റത്തുള്ളൂ. വിഷ്ണു അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് പപ്പയോട് ചോദിക്കുമ്പോൾ, ഇനി സംസാരമല്ല മോളെ, ഇനി പ്രവൃത്തിയാണ് വേണ്ടത്. അതിന് എനിക്ക് ഒരാളുടെ സഹായം വേണം, ഒരാളുടെ സഹായം കൂടിയേ പറ്റത്തുള്ളൂ എന്നിട്ട് വിഷ്ണു ചിന്തിച്ചിട്ട് കാണിക്കുന്ന നേരെ വിഷ്ണുവിൻ്റെ ജീപ്പ് ശാരദാമ്മയുടെ മുറ്റത്തേക്ക് പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശാരദാമ്മയുടെ മുറ്റത്തേക്ക് വിഷ്ണുവിൻ്റെ ജീപ്പ് വരുന്നത് വിഷ്ണു അതിൽ നിന്ന് ഇറങ്ങുന്നത് ശാലിനി ഓടി വരുവാണ്. അപ്പോൾ ശാലിനി ഓടി വന്നിട്ട് 2 പേരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നതാണ് കാണിക്കുന്നത്.
കാരണം അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഓരോ സ്റ്റെപ്പ്, വിഷ്ണു ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, ശാലിനി അതുപോലെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്താം. അങ്ങനെ രണ്ടുപേരും അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ വിഷ്ണു ചോദിക്കുമോ, തനിക്ക് ഓഫീസിൽ പോയാൻ സമയമായെങ്കിൽ താൻ ഇറങ്ങിക്കോ, എനിക്ക് തന്നോട് ഇച്ചിരി സമാധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഓഫീസിൽ പോകാനുണ്ട് വിഷ്ണു ഏട്ടാ, ഓഫീസിൽ പോയിട്ട് അർജൻറ്റുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ വിഷ്ണു ഏട്ടനെക്കാളും പ്രധാനം മറ്റൊരു കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലയെന്ന് പറയുമ്പോൾ വിഷ്ണു എന്താണ് ഭയങ്കര ഇമോഷണലി നിൽക്കുകയാണ്. അപ്പം വിഷ്ണുവിൻ്റെ ശാലിനി പറയുന്നുണ്ട്, അന്നൊരു രാത്രിയിൽ എന്നോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നു, എന്നിട്ട് പക്ഷേ ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് ശാലിനി തൻ്റെ അച്ഛൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്ക് പിന്നെ പറയാനായിട്ട് അത് കഴിയത്തില്ല എന്നടോ. അപ്പം എനിക്ക് പിന്നെ അതിനുശേഷം തനിക്കറിയാമല്ലോ പിന്നെ നടന്നൊക്കെ പപ്പിമോളുടെ കാര്യം, അത് തനിക്കും എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ് ആ പ്രശ്നത്തിനെ കുറിച്ച്. എന്നാൽ എനിക്ക് അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് പറ. അന്ന് രാത്രി വിഷ്ണുവേട്ടൻ പറയാൻ വന്നില്ലേ കാർത്തിക എന്ന വിഷ്ണുവേട്ടൻ്റെ നവവധുവിനെ കുറിച്ച്. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, കാർത്തിക നവവധു തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പം ശാലിനി ഞെട്ടി വയ്ക്കുക, കാർത്തിക നവവധു ആണെന്നോ? കാർത്തിക നവവധുവാണ്, പക്ഷേ എൻ്റെ വധുവല്ല എന്ന് മാത്രം, മറ്റൊരാളുടെ നവവധുവായിരുന്നു. അപ്പം ശാലിനി പറയുന്നുണ്ട്, ജയശങ്കറിൻ്റെ അല്ലേ? അപ്പം വിഷ്ണു ഞെട്ടിയിരിക്കുക. അപ്പം ശാലിനിക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന രീതിക്കത് യഥാർത്ഥത്തിൽ സ്നേഹിച്ചത് ഹർഷൻ എന്ന് പറഞ്ഞ വ്യക്തിയെ. ഇതെല്ലാം ഞാൻ അറിഞ്ഞ കഥകളാണ് വിഷ്ണുട്ടാ. ഞാൻ ചെയ്യുന്നത് ഒരു LD ക്ലാർക്കിൻ്റെ ജോലിയല്ല. ഒരു വിരൽത്തുമ്പിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഒരു ഫോൺ കോളോ ഒരു വിരൽത്തുമ്പിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ കാര്യങ്ങളെല്ലാം എൻ്റെ മുന്നിൽ എത്തുന്ന രീതിയിലുള്ള ഒരു ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ തസ്തിക്ക് അത്രയ്ക്കുള്ള പവറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞ കഥകളാണ്, എൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ് വെച്ചിട്ട്. അപ്പം വിഷ്ണു പറയുന്നത്, കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞ സ്ഥിതിക്കകത്ത് ഇനിയൊന്നും പറഞ്ഞ് വലുതായിട്ട് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. പക്ഷേ വിരൽത്തുമ്പിൻ്റെ സ്പർശത്തിലോ ഒരു ഫോൺ കോളിനകത്ത് അറിയാൻ പറ്റുന്ന പല കാര്യം കാണും, പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ലല്ലോ ശാലിനി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങളെല്ലാം വിഷ്ണു തുറന്ന് പറയുവാണ് ശാലിനിയോട്. അല്ല ഇനി ജില്ലാ കളക്ടർ ആയാലും ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞാൽ മാത്രമായിരുന്നു. അപ്പോൾ ഷാനി പറഞ്ഞത്, അത് വിഷ്ണുവേട്ടൻ എന്നോട് പറ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വിഷ്ണുവേട്ടനും കാർത്തികയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്നാണ്, അത് എനിക്ക് വിഷ്ണുവേട്ടൻ്റെ വായിൽ തന്നെ അറിയണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് ഷാനി ഭയങ്കര കരയുവാണ്. കരഞ്ഞുകൊണ്ടാന്ന് ചോദിക്കും. അപ്പോൾ വിഷ്ണു പറയുന്നത് പറയാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്നാണ്, തനിക്ക് ഓർമ്മ കാണും എൻ്റെ അമ്മ എൻ്റെയും മധുശ്രീയുടെയും തമ്മിലുള്ള കല്യാണം നടത്താനായിട്ട് ഇരുന്ന ആ ഒരു ദിവസം താനും ശാരദാമ്മയും കൂടെ കല്യാണം മുടക്കാൻ കയറി വന്നത്. അപ്പോൾ എന്താണ് ശാലിനി ആലോചിക്കുകയാണ്, ആ താലി പറിക്കുന്നതും ഇത് കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിൽ ഓടി വരികയാണ്. അപ്പം വിഷ്ണു അവിടെ നടന്ന കാര്യങ്ങൾ മലമുകളിൽ കയറി കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഇതാണ് ഇനി അടുത്ത കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാൻ പ്രസ് നിങ്ങൾക്ക് കമൻറ്റ്സ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ട. ബൈ.